ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫാറ്റി ലിവർ ഡിസീസ് ഡയബറ്റീസിൽ ഉള്ള സ്കോറിങ്ങിനെ പറ്റിയാണ്. പ്രത്യേകിച്ച് FIB4 എന്ന് പറയും. ഫൈബ്രോസിൻ്റെ ഒരു സ്കോറിംഗ് സിസ്റ്റമാണ്. അത് നോർമൽ ആൾക്കാർക്ക് അത് 1.3 വരെ നോർമലാണ് FIB4 സ്കോറിങ്. അത് 1.3 to 2.67 വരുമ്പോഴത്തേനും ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയും. നമുക്ക് അങ്ങോട്ട് ചെറിയൊരു ഫാറ്റ് ലിവറിൻ്റെ പ്രശ്നമുണ്ട്, അപ്പോൾ അത് ഫൈബ്രോസിലേക്ക് പോകുന്നുണ്ടാവും. മോർ ദാൻ 2.67 വരുമ്പം സ്റ്റേജ് 3 എന്ന് പറയും. അതാകുമ്പോൾ നമ്മളൊരു ഫൈബ്രോസിലേക്ക് കടന്നു. അപ്പം ഇത് വെച്ച് നമ്മൾ എങ്ങനെയാണ്, അപ്പം മോഡേൺ നമുക്കറിയാം AI ടെക്നോളജി ആൻഡ് മെഷീൻ ലേണിംഗ് വെച്ച് ഇത് ഇച്ചിരി ആക്യുറേറ്റ് ആയിട്ട് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഫോർമുല ഉണ്ട്. അപ്പോൾ അത് വേണ്ട ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്കോറിങ്ങിന് ഉപയോഗിക്കുന്ന 1 ഏജ്, 2 SGPT SCOT, പിന്നെയുള്ള പ്ലേറ്റഡ് കൗണ്ട്. ഇത് വെച്ചുള്ള ഒരു ഫോർമുല വെച്ചാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് എത്രത്തോളം നമുക്ക് വിശ്വസനീയമാണെന്നാണ് ഇവിടെ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡയബറ്റിസും ഫാറ്റി ലിവർ ഡിസീസ് അല്ലെങ്കിൽ ഫൈബ്രോസിസ് അല്ലെങ്കിൽ സിറോസൊക്കെയായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കൂടുതൽ ആൾക്കാർക്ക് നമുക്കറിയാം ഡയബറ്റിക് രോഗികളിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് പറഞ്ഞ പോലെ തന്നെ ഫാറ്റി ലിവർ ഡിസീസ് കൂടുതലായിട്ട് കാണാറുണ്ട്. മിക്കവാറും ആൾക്കാർ ഒബീസ് ആയിരിക്കും, വണ്ണമുള്ളവരായിരിക്കും. അപ്പം കൂടുതലായിട്ട് വണ്ണമുണ്ട്, കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഉണ്ട്, അതുപോലെ കുറച്ച് കൊളസ്ട്രോൾ ലിവറിൽ വന്ന് കയറുന്നു, അങ്ങനെ ഫാറ്റി ലിവർ വരുന്നു. അത് പ്രോഗ്രസ് ചെയ്ത് ഫൈബ്രോസ് ആവുന്നു, സിറോസിലേക്ക് നീങ്ങുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യണം. കാരണം പലപ്പോഴും പലപ്പോഴും നമ്മുടെ OP നമ്മൾ ഫൈബ്രോസ് സ്കാൻ ക്യാമ്പായിട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും കാണാറുണ്ട്. ലേഡീസിലാണ് കൂടുതലായിട്ട് ഫാറ്റ് ലിവറും ഫൈബ്രോസും സിറോസും ഒക്കെ കാണുന്നത് കമ്പയർ ടു ആണുങ്ങളുമായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ നമ്മളതൊരു ചിലപ്പോൾ എല്ലാ മാസവും നമ്മളൊരു ക്യാമ്പ് ചെയ്യും. ക്യാമ്പ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് കൂടുതലായിട്ട് സിറോസ് ഫൈബ്രോസൊക്കെ സ്കോറിങ് കൂടുതലായിട്ട് കാണുന്നത് ഫൈബ്രോ ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബ്രോസ് സ്കാൻ കാണുമ്പോൾ സ്ത്രീകളിലാണ്. അപ്പോൾ ആണുങ്ങളെക്കാളും കൂടുതലായിട്ട് സ്ത്രീകളിൽ കാണുന്നത്. അവരാരും കള്ളു കുടിക്കുന്നവരല്ല. അതുകൊണ്ട് ഡയബറ്റിസ് ഒരു പ്രധാന റിസ്ക് ഫാക്ടറാണ് ഫാറ്റി ലിവർ ഡിസീസിന്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്കോറിങ്, അതായത് FIB4 സ്കോറിങ് വെച്ച് നമുക്ക് എത്രത്തോളം അത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാല. അപ്പം ഈ സ്കോറിങ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ നമ്മൾക്ക് ഇൻവേസീവ് ടെക്നിക്സ് എന്ന് പറയും. ഒരു ടെക്നീഷ്യൻ വന്ന് ആ മെഷീൻ കൊണ്ടുവന്ന് ഫൈബ്രോ സ്കാൻ ചെയ്യാനും അതെല്ലാവർക്കും ചെയ്യാനും ഇപ്പോൾ സാധിച്ചെന്ന് വരികയില്ല. മറ്റേത് നമുക്കൊരു പ്രായം അറിയാം, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന് SGPT SCOT അറിയാം, പ്ലേറ്റഡ് അറിയാമെങ്കിൽ നമുക്ക് ആ ഫോർമുല വെച്ച് ഈ സ്കോറിങ് നമുക്ക് കണക്കൂട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ 1.3 വരെയാണെങ്കിൽ കുഴപ്പമില്ല. 1.3 to 2.6 ആണെങ്കിൽ നമുക്ക് ഒരു സാധ്യതയുണ്ട് ഫൈബ്രോസ് ആകാനും. അതേപോലെ തന്നെ 2.67 മുകളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫൈബ്രോസിലേക്ക് നീങ്ങി. അപ്പോൾ ഫൈബ്രോസ് FIB1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പം 4 സ്റ്റേജിങ് ഉണ്ട്. അപ്പം നമ്മൾ ഫൈബ്രോസിലേക്ക് പോകുന്നില്ല, നമ്മൾ ഫാറ്റി ലിവർ തന്നെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ നോക്കുന്നു. നമ്മൾ ഡയറ്റ് മോഡിഫൈ ചെയ്തു, വെയിറ്റ് കുറച്ചു. ചില സമയത്തുള്ള സാധിക്കും. നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് തന്നെ സിറോസിലേക്ക് വരുന്നു. മോർ ദാൻ 3 ഇപ്പോൾ 2.67 ആയിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ ഒരു ഗാസ്ട്രോ കൺസൾട്ടേഷൻ വിടുന്നു, ഡയറ്റൊക്കെ മോഡിഫൈ ചെയ്യുന്നു, ചില മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിരുന്നാലും ചിലർ വളരെ സ്ലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്യുക, ഫൈബ്രോസ് അല്ലെങ്കിൽ സിറോസ്. ചിലർക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അന്ന് തിരിച്ചു മടങ്ങി വരും പാടായിരിക്കും. അപ്പം പല ഫാക്ടേഴ്സ് ഉണ്ട്. എന്നിരുന്നാൽ ഒരു ജനറ്റിക് ബേസ് വരെയുണ്ട്. അപ്പം ഫാമിലിയിൽ സഹോദരങ്ങൾക്കുണ്ടായിരുന്ന അപ്പനമ്മയ്ക്ക് സിറോസിനെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഒരു ജനറ്റിക് ബേസ് ഉണ്ട്. അപ്പം ചിലപ്പോൾ നമുക്ക് അയൺ ഡെപ്പോസിറ്റ്, ഫെറിറ്റിൻ കൂടുതൽ ഡെപ്പോസിറ്റ് ഉണ്ടാകും. ചില മൾട്ടിപ്പിൾ ANA ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആയിരിക്കും. അങ്ങനെ പല ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഫാറ്റി ലിവർ ഡിസീസ്, നമ്മൾ ഓവറായിട്ട് കലോറി കഴിച്ചു, നമുക്ക് ഒബീസ് ആയിരുന്നു, കുറച്ച് കൊളസ്ട്രോൾ ഹൈ ആയിരുന്നു, അങ്ങനെ ഫാറ്റി ലിവർ ഒന്ന് പ്രോഗ്രസ് ചെയ്യുന്നതാണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ആ ഒരു അവസരത്തിലാണ് നമുക്ക് ഈ സ്കോറിങ് വളരെ ഉപകാരപ്പെടുന്നത്, FIB4 എന്ന് പറയുന്ന സ്കോറിങ്. എന്നിരുന്നാൽ പോലും അത് നമ്മൾ ഫൈബ്രോസ് സ്കാൻ ഇൻവേസീവ് ടെക്നിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം, അല്ലെങ്കിൽ നോൺ ഇൻവേസീവ് ടെക്നിക്കായിട്ട് കമ്പയർ ചെയ്യും, ഫൈബ്രോസ് സ്കാനായിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് അത്രയും വിശ്വസനീയമല്ല. എന്നിരുന്നാൽ പോലും സിമ്പിളാണ്. നമുക്ക് മെഷീൻ്റെ ആവശ്യമില്ല, ടെക്നീഷ്യൻ ആവശ്യമില്ല. 1-2 ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്